24 എക്സ്ക്ലൂസീവ്. ശബരിമല ശ്രീകോവിലിന്റെ വാതിൽ പ്രദർശിപ്പിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി പണപ്പിരിവ് നടത്തിയെന്ന് സ്ഥിരീകരിച്ച് ബംഗളൂരു ശ്രീരാംപുര അയ്യപ്പ ക്ഷേത്രം ട്രസ്റ്റ് സെക്രട്ടറി. അറസ്റ്റിന് മുമ്പ് ഉണ്ണികൃഷ്ണൻ പോറ്റി ക്ഷേത്രത്തിലെത്തിയിരുന്നുവെന്നും NS വിശ്വംഭരൻ 24-നോട് പറഞ്ഞു. ദീപാരാധന കഴിഞ്ഞതിന് ശേഷം കൊണ്ടുവന്നു കഴിഞ്ഞ് കുറച്ച് ആൾക്കാരൊക്കെ വന്ന് കണ്ടു. അത് കഴിഞ്ഞ് ഇവിടെ വെച്ച് പാക്ക് ചെയ്തു. ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടതല്ല, ഇല്ല, എല്ലാം പേഴ്സണലാണ് അതൊക്കെ. ഉണ്ണികൃഷ്ണനായിട്ട് അതിനൊരു ബന്ധമില്ല. ഇവിടെ ശബരിമലയിലെ ഒരു ഡോർ ഇവിടെ കൊണ്ടുവന്ന് ഇവിടുന്ന് ഉണ്ടാക്കി കൊണ്ടുപോകുമെന്ന് പറഞ്ഞപ്പോൾ അത് കാണാൻ നമുക്കൊരു അവസരം ഉണ്ടല്ലോ എന്ന് നമ്മളും വിചാരിച്ചു. ഒരു വ്യവസായികളും അങ്ങനെയുള്ളവരൊക്കെ വന്നു, പല തരത്തിലുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു. എല്ലാം ഇടപാടും ഉണ്ണികൃഷ്ണൻ പോറ്റി നേരിട്ട് ചെയ്യുന്നതാണ്. നമ്മളായിട്ട് അത് അതിനകത്ത് യാതൊരു ബന്ധവുമില്ല. ഈ ഭക്തരായിട്ടുള്ള വ്യവസായികൾ എല്ലാവരും ഭഗവാനോടുള്ള പ്രതിപത്തി കൊണ്ട് ആളുകൾ ഇത് ചെയ്യും, അത്ര. ഇവിടെ ഈ നിങ്ങൾ നേരിട്ട് കബളിപ്പിക്കപ്പെട്ടവർ നേരിട്ട് ആരെങ്കിലും അറിയോ ഇങ്ങനെ? ഇല്ല, നമുക്കറിയില്ല. അങ്ങനെ എല്ലാം പോറ്റി നേരിട്ടുള്ളതാ. ഇപ്പൊ കൊടുത്തവരാരും പറയൂല. പോറ്റി നേരിട്ടാണ് ഇടപാട്. സഹായികളുണ്ടോ എന്നല്ലേ കാണണം. എന്നാലും വലിയ തോതിൽ അയാളത് ഉപയോഗിച്ചു. തീർച്ചയായിട്ടും വലിയ തട്ടിപ്പാണല്ലേ ബാംഗ്ലൂരിൽ നടന്നത്? വലിയ തട്ടിപ്പാണ്. ഇപ്പൊ ഇത് കാണുമ്പോൾ നമ്മൾ അങ്ങനെയാ തോന്നിക്കുന്നത് നമുക്ക്. പോറ്റി ഒരു തരത്തിൽ നിങ്ങളോട് ഈ കാര്യങ്ങളൊന്നും ഇങ്ങനെ ഇതിൽ കാണിക്ക് വെക്കും, പണപ്പിരിവുണ്ട് ഒന്നും പറയാറുമില്ല. നമ്മളാരുമായിട്ട് അവർ അമ്പലത്തിൽ വരുന്നു പോകുന്നു, അത്രേ ഉള്ളൂ. അരുൺ പൂപ്പറമ്പയുണ്ട് ബംഗളൂരുവിൽ നിന്ന് വിശദാംശങ്ങളുമായി. അരുൺ, ഇവിടെ നിന്ന് കൊണ്ടുപോയ പഴയ പാളികളിലെ സ്വർണം വേർതിരിച്ചെടുത്തു, അത് പണമാക്കി. അതിനുശേഷം പുതിയ പാളിക്കായി സ്പോൺസറുടെ അടുത്ത് നിന്ന് സ്വർണം വാങ്ങി അതിൽ നിന്നും ഒരു ഭാഗം എടുത്തു. ഒടുവിൽ ആ പാളി പ്രദർശിപ്പിച്ച്, അല്ലെങ്കിൽ വാതിൽ പാളി പ്രദർശിപ്പിച്ച് ആ പണവും പോക്കറ്റിലേക്ക് കൊണ്ടുപോയി എന്നാണോ? ഗോകുൽ, വൻ തട്ടിപ്പിന്റെ ഓരോ മണിക്കൂറുകളിലും ഓരോ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ സ്വർണ്ണപ്പാളി ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ സ്വർണം വേർതിരിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയും സംഘവും നടത്തിയിട്ടുള്ള തട്ടിപ്പുകളെ സംബന്ധിച്ച് വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ ഇതാ ശബരിമലയിലെ ശ്രീകോവിലിന്റെ പുതിയ വാതിൽ അത് പ്രദർശിപ്പിച്ചുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ബംഗളൂരു കേന്ദ്രീകരിച്ച് നടത്തിയിട്ടുള്ള വലിയ പണപ്പിരിവിന്റെയും തട്ടിപ്പിന്റെയും ഒക്കെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 2019 ഈ സംഭവം ഉണ്ടാവുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ബംഗളൂരുവിലെ ശ്രീരാംപുര അയ്യപ്പ ക്ഷേത്രത്തിൽ ഈ വാതിൽ നിർമ്മിക്കുന്നു, അതായത് ശ്രീകോവിലിനുള്ള വാതിൽ നിർമ്മിക്കുന്നു. ഇവിടെ വെച്ച് തന്നെ നിർമ്മിച്ച് അത് പിന്നീട് ചെന്നൈയിൽ കൊണ്ടുപോയി സ്വർണം പൂശി തിരിച്ച് ഇതേ ക്ഷേത്രത്തിൽ തന്നെ എത്തിക്കുകയാണ്. അതിനുശേഷം ഒരു ദിവസം ഇതിൽ പ്രത്യേക പൂജ എന്ന പേരിൽ ഇത് പ്രദർശിപ്പിക്കുന്നു. നിരവധി പൂജാരികളെ ഇവിടെ എത്തിക്കുന്നു. നിരവധി ഇത് കാണുന്നതിന് വേണ്ടി, കാണിക്ക ഇടുന്നതിന് വേണ്ടി, അതോടൊപ്പം പണം നൽകുന്നതിന് വേണ്ടിയൊക്കെ നിരവധി ആൾക്കാരാണ് ഈ ക്ഷേത്രത്തിലേക്ക് അന്നേ ദിവസം എത്തിയത്. അതിൽ വ്യവസായികളുണ്ട്, ബംഗളൂരുവിലെ പ്രമുഖരായിട്ടുള്ള ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ ഭക്തി, അല്ലെങ്കിൽ അത് മുതലെടുത്തുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയിട്ടുള്ളത് വൻ തട്ടിപ്പാണ്. പണപ്പിരിവ് നടത്തിയിട്ടുണ്ട് എന്ന വിവരം നേരത്തെ, അതിൻ്റെ സൂചനകളൊക്കെ നേരത്തെ പുറത്തു വന്നിരുന്നെങ്കിലും അതിപ്പോൾ സ്ഥിരീകരിക്കുകയാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള ട്രസ്റ്റിയുടെ ഭാരവാഹികൾ തന്നെ അത് സ്ഥിരീകരിക്കുന്നു. ഇവിടെ പണപ്പിരിവ് നടത്തിയിട്ടുണ്ട്. ഇതിനു ശേഷം, അതായത് ഇതെല്ലാം സംഭവിച്ചതിന് ശേഷം തങ്ങൾ ഇങ്ങനെ കബളിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ക്ഷേത്രത്തിലേക്ക് ചിലർ വന്ന് ആ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷേ എത്രയാൾ തട്ടിപ്പിനിരയായി, എത്ര ആൾക്കാർ പണം നൽകിയിട്ടുണ്ടെന്നതിനെ സംബന്ധിച്ച് ഇവർക്ക് വിവരമില്ല എന്നതാണ് പറയുന്നത്. ഈ ക്ഷേത്രത്തിന് ഒരു തരത്തിലുള്ള വിവരമില്ല. എല്ലാ ഇടപാടുകളും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി നേരിട്ടാണ് നടത്തിയിട്ടുള്ളത്. ചില സഹായികളുണ്ട്, അതോടൊപ്പം തന്നെ സ്പോൺസർമാർ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചില ആൾക്കാർ ബംഗളൂരു കേന്ദ്രീകരിച്ചുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗൂഢാലോചന ബംഗളൂരുവിൽ നടന്നിട്ടുണ്ട് എന്ന വിവരം നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ആ ഗൂഢാലോചന മാത്രമല്ല, ഇവിടെ തട്ടിപ്പും നടന്നിട്ടുണ്ട്. അതിൻ്റെ എല്ലാം വിവരങ്ങൾ, അതിൻ്റെയൊക്കെ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. അന്വേഷണ സംഘം അതിലേക്ക് ഉടൻ തന്നെ കടക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തെളിവെടുപ്പിൻ്റെ ഭാഗമായി ആദ്യം ഈ അന്വേഷണ സംഘം എത്തുക ബംഗളൂരുവിൽ ആയിരിക്കുമെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇവിടെ എത്തിയതിനു ശേഷം ഈ ക്ഷേത്രത്തിലും അതോടൊപ്പം തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്പോൺസർമാർ എന്ന് പറയുന്നവരുടെ വീടുകളിലൊക്കെ എല്ലാം പരിശോധന ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീടും ഇവിടെയുണ്ട്. അവിടെയൊക്കെ പരിശോധനകളും ഈ തെളിവ് ശേഖരണം ഉണ്ടാകും. എത്രത്തോളം തട്ടിപ്പ് അല്ലെങ്കിൽ പണപ്പിരിവ് ഇതിൻ്റെയൊക്കെ പേരിൽ നടത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിലൊക്കെ ഇനി വ്യക്തമാകേണ്ടതുണ്ട്. എവിടെയൊക്കെയാണ് ഈ പ്രദർശനം നടത്തി അയ്യപ്പന്റെ പേരിൽ, അല്ലെങ്കിൽ അയ്യപ്പന് നൽകിയ കാണിക്ക
പോക്കറ്റിലേക്ക് കൊണ്ടുപോയത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നതാണ് ഇനി അറിയേണ്ടത്. അതിന്റെ ഓരോ സാക്ഷികളാണ്, ഓരോ പ്രതികരണങ്ങളായി ഇപ്പോൾ പുറത്തു വരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.